ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും എന്തു പറയുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 64 ആയി. ഒത്തിരി താങ്ക്സ്. എല്ലാവർക്കും നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന്. കാണുന്നവർ, എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും എൻ്റെ വക നന്ദി. ഒത്തിരി താങ്ക്സ്. വ്യൂവേഴ്സ് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളിടുന്ന വീഡിയോസും ഷോർട്സൊക്കെ കാണുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. ഞാനിപ്പം ഇത് മത്തിക്കറിയാണ്. മത്തി അല്ലെങ്കിൽ ചാള പീര വയ്ക്കുന്നത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി, സവോള വേണമെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് പച്ചമുളക് മാത്രമാണ് ഇതിൻ്റെ എരിവ് കൂട്ടുന്നത്. പിന്നെ കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി. ചിലവർ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ അമ്മിയിലിട്ട് ചതയ്ക്കും. ഞാനിപ്പം കൈ വെച്ച് തിരുമുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ചേർത്തു, വെളിച്ചെണ്ണ ചേർത്തു, എന്നിട്ട് നന്നായിട്ട് തിരുമണം. പുളിക്ക് പകരം ഏതെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് കുടംപുളി ചേർക്കാം, വാളൻപുളി ചേർക്കാം, മാങ്ങ ചേർക്കാം, ഇരുമ്പൻപുളി ചേർക്കാം, വിനാഗിരി ചേർക്കാം. ഞാനിപ്പം കുടംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി അതിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിനകത്തോട്ടിട്ട് നല്ലതായിട്ടൊന്ന് അങ്ങോട്ട് മസാലയൊക്കെ അതിൻ്റെ മേലിലൊക്കെ വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കണം. ഇത് സാൽമൺ ഫിഷ് കറി, ഞങ്ങളുടെ വില്ലേജ് സ്പെഷ്യൽ ഫിഷ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. വലിയ ഉള്ളി ചേർക്കാറില്ല. ഞങ്ങൾ എന്ത് വില കൊടുത്ത് ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് ചേർക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചേർക്കും. ചിലപ്പോൾ ഈക്വൽ എമൗണ്ട് എടുക്കും, ചിലപ്പം കുറച്ചെടുക്കും. മല്ലിപ്പൊടി കൂടുതലെടുക്കും, മുളക് പൊടി കുറച്ചെടുക്കും. അങ്ങനെ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ഉലുവ ചേർക്കാറില്ല, എന്നാലും ഞാനൊരല്പം ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വാളൻപുളി, അരിച്ച് വെച്ചിട്ടുള്ള വാളൻപുളിയുടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് അത് കലക്കുക. അത് നല്ലതായിട്ട് ഇത് ഉപ്പ് ചേർക്കുക, കറിവേപ്പില ചേർക്കുക, നല്ലതായിട്ട് പച്ചമുളക് ചേർക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മുരിങ്ങയ്ക്ക കൂടി ചേർക്കും. മുരിങ്ങയ്ക്ക, പിന്നെ പച്ചമാങ്ങ ചേർക്കും. പിന്നെ പച്ചക്കറിയിലാണെങ്കിൽ കത്തിരിക്ക ചേർക്കും. പിന്നെ വെണ്ടയ്ക്ക ചിലപ്പം ചേർക്കും, ചിലപ്പോൾ പച്ചക്കായ് ചേർക്കും. മുരിങ്ങയ്ക്ക മസ്റ്റാണ്. മുരിങ്ങയ്ക്ക മീൻകറിയുടെ കൂടെ ഞങ്ങൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ സാൽമൺ ഫിഷ് കറി ഒന്ന് അടച്ച് വയ്ക്കുക. ഇത് നല്ലതായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ സാൽമൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സാൽമൺ അതിനകത്തോട്ടിടുന്നത്. തിളച്ചു, ആ മസാല ഒന്ന് തിളച്ചു, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏത് ഫിഷാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതങ്ങിടുക. ഞാനിപ്പോൾ സാൽമനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ഒന്ന് അടച്ച് വെക്കുക. മത്തിക്കറി റെഡിയായിട്ടുണ്ട്. മത്തിപ്പീര അതിന് കുറച്ച് കറിവേപ്പില ചേർത്തു, ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത്. തണുപ്പ് കാരണം വെളിച്ചെണ്ണ കട്ടി പിടിച്ചിരിക്കുന്നു. അത് റെഡിയായിട്ടുണ്ട്. ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് ബീട്രൂട്ട് തോരനല്ല, ബീട്രൂട്ട് നീളത്തിലരിഞ്ഞ് ഒരു കറി. നിങ്ങളെന്താ മെഴുക്ക് വരട്ടിയോ എന്തൊക്കെയോ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊന്നും നിങ്ങൾ പേര് പറയുന്നത് ബീട്രൂട്ട് തോരനല്ല. അതൊന്ന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു സവോള ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, മുളക് പൊടി ചേർക്കുക. മുളകിന് പകരം ഗ്രീൻ ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല. അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കുക. ഇതിനോടൊപ്പം പൊട്ടറ്റോ കൂടി ഞാൻ ചേർക്കും, ചിലപ്പോൾ ക്യാരറ്റ് ചേർക്കും, രണ്ടും ഒന്നിച്ച്. അപ്പം ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിക്കുക. നമ്മൾ കടുക് താളിക്കുക എന്നാണ് പറയുന്നത്.
കടുക് പൊട്ടിക്കുക. അപ്പം ബീട്രൂട്ട് ഇത് റെഡിയായിട്ടുണ്ട്. ഇത് കടുക് പൊട്ടിച്ചിട്ട് അല്പം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഒഴിക്കുക. സാൽമൺ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലാണ് മൊബൈൽ ഇരിക്കുന്നത്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ചോറ്, സാൽമൺ ഫിഷ് കറി, മത്തിക്കറി, പീര, തേങ്ങാപ്പീര, ബീട്രൂട്ട് എന്നിട്ടത് വിളമ്പി വെച്ചിട്ടുണ്ട്. ചമ്മന്തി, അച്ചാറും കൂടെ